തൃശൂരിൽ ഭർത്തൃ വീട്ടിൽ യുവതി മരിച്ച നിലയിൽ അവണിശ്ശേരി സ്വദേശി ഉണ്ണിമായെയാണ് മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് ശിവപ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ ആനക്കല്ലിലെ വീട്ടിലാണ് സംഭവം. തൃശൂരിലാണ് ഭർത്തൃ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അവണിശ്ശേരി സ്വദേശിയായ ഉണ്ണിമായെയാണ് മരിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഭർത്താവ് ശിവപ്രസാദിനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൃശൂർ ആനക്കല്ലിലെ വീട്ടിലാണ് ഇത്തരത്തിൽ ഉണ്ണിമായെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും തൃശൂർ ആനക്കല്ലിലാണ് ഭർത്തൃ വീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അവണിശ്ശേരി സ്വദേശിയായ ഉണ്ണിമായെയാണ് മരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് ശിവപ്രസാദിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് ശിവപ്രസാദിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൊലപാതകമെന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഭർത്താവായ ശിവപ്രസാദിനെ കസ്റ്റഡിയിലെടുത്തത്. എന്താണ് ഈ യുവതിയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യം എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഭർത്താവിനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന് പിന്നാലെ ഇയാളുടെ ചോദ്യം ചെയ്യലടക്കം പൂർത്തിയായതിനു ശേഷം മാത്രമായിരിക്കാം എന്താണ് ഈ കൊലപാതകമാണെങ്കിൽ ആ കൊലപാതകത്തിലേക്ക് നയിക്കാനിടയ സാഹചര്യം എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതുപോലെ തന്നെ എന്താണ് ഈ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. എന്നാലും യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി കൂടി ചേരുകയാണ്. അനീഷ്, എന്തായാലും തൃശ്ശൂരിൽ ഇത്തരത്തിൽ ഭർത്തൃ വീട്ടിലാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കൊലപാതകമാണെന്നൊരു സംശയം ഉയർന്ന സാഹചര്യത്തിൽ എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? കാർത്തു, ഇത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം, ഭർത്താവ് ഇപ്പോൾ നെടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട്. ഭർത്താവിനെ പിടികൂടിയിട്ടുണ്ട്. ഇനി ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തണം. ഇത് കൊലപ്പെടുത്തൽ തന്നെയാണോ കൊലപാതകം തന്നെയാണെന്നുള്ള കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഇനി നടക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ കൃത്യമായി ഇതൊരു ശ്വാസം മുട്ടിയുള്ള മരണമാണോ അല്ലെ എന്നുള്ള കാര്യം കൂടി വ്യക്തത വരും. എന്തായാലും ഇന്ന് രാവിലെ 8:30യോടെയാണ് ഈ അവണിശ്ശേരി സ്വദേശിയായിട്ടുള്ള 30 വയസ്സുള്ള ഉണ്ണിമായയെ ഭർത്താവിന്റെ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ആനക്കല്ലിലെ വീട്ടിലാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ വീട്ടിൽ അനക്കമില്ലാത്ത നിലയിൽ ഉണ്ണിമായയെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ അയൽക്കാരും അതുപോലെ ഭർത്താവിന്റെ അമ്മയും ചേർന്ന് ഉണ്ണിമായെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ട നിലയിലായിരുന്നു. ഭർത്താവ് ശിവപ്രസാദ് അതുപോലെ തന്നെ ഉണ്ണിമായുമായി ഭാര്യയുമായി തർക്കമുണ്ടായിരുന്നു. വീട്ടുകാരും തമ്മിൽ തർക്കമുണ്ടായിരുന്നതായും പറയുന്നുണ്ട്. അതിനെ തുടർന്ന് ഉള്ള ഒരു പിടിവലിയോ സംഘർഷത്തിലൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ കൊല്ലപ്പെട്ടതെന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഉണ്ണിമായുടെ ശരീരത്തിൽ മറ്റ് പരിക്കുകളൊന്നുമില്ല. കഴുത്തിൽ ഒരു പാടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഉള്ളത്. കഴുത്ത് പിടിച്ച് ഞെരിച്ചു എന്നുള്ളൊരു കാര്യം ഭർത്താവ് ശിവപ്രസാദ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ കഴുത്ത് പിടിച്ച് ഞെരിച്ചലിനിടയിൽ ശ്വാസം മുട്ടി മരണപ്പെട്ടതാണോ അതല്ലെങ്കിൽ മറ്റ് ഈ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നതിനിടെ ഹൃദയാഘാതം ഉണ്ടായതാണോ എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ കണ്ടെത്താനാവൂ. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം പുരോഗമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ ഇതൊരു ശ്വാസം മുട്ടിയുള്ള മരണം ആണോ, അങ്ങനെയെങ്കിൽ ശിവപ്രസാദ് കൊലപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരും. അതേസമയം നെടുപുഴ പോലീസിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഭർത്താവ് ശിവപ്രസാദിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്കൊക്കെ എത്താൻ കഴിയും. എന്തായാലും ശിവപ്രസാദിനെ ഇപ്പോൾ നെടുപുഴ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഏറ്റവും പുതിയതായി വരുന്നത്. കാർത്തു. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.